ഏയ് പോരാ വാ വാ ഏയ്. മനുഷ്യരെ പോലെ ആനകളും ജീവനൊടുക്കാറുണ്ടോ? നമ്മുടെ നെല്ലിയാമ്പതിയിലുള്ള ചില്ലിക്കൊമ്പൻ പെട്ടെന്നൊരു ദിവസം അങ്ങ് ചെരിഞ്ഞു. അതിന് പിന്നാലെ ഉണ്ടായ ചർച്ചകളാണ് ഇപ്പോൾ മൃഗങ്ങൾ ജീവനൊടുക്കുമെന്നും ഇല്ലെന്നുമൊക്കെയുള്ള വാദപ്രതിവാദങ്ങളിൽ എത്തി നിൽക്കുന്നത്. ചില്ലിക്കൊമ്പന്റെ അവസാന നിമിഷങ്ങൾ ഏറെക്കുറെ ഈ വാദത്തിന് ശക്തി പകരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം ചില്ലിക്കൊമ്പൻ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ കനാലിൽ ഇറങ്ങി നിന്നു, ഒഴുക്കിൽപ്പെട്ടു, പിന്നെ കരയ്ക്ക് കയറിയില്ല. മറ്റേതോ ആനയുടെ കുത്തേറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനകൾ പുഴയിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു സാധാരണ കാര്യമാണെന്നാണ് ആനപ്രേമികൾ പറയുന്നത്. ശാരീരിക ആവശ്യതകളോ പ്രായാധിക്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിൽ വ്രണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കയങ്ങളിൽ ഇറങ്ങി നിൽക്കാറുണ്ട്. പക്ഷേ കനാലിലെ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ചില്ലിക്കൊമ്പൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതേയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അത് ജീവനൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് വേണ്ട കരുതാൻ. സ്വാഭാവികമായും ഇങ്ങനെയൊരു വാദം വലിയ ട്രോളുകൾക്ക് കാരണമായി. ആനപ്രേമികളും സഞ്ചരിക്കുന്ന വിജ്ഞാനകോശങ്ങളുമെല്ലാം രൂക്ഷമായി വിമർശിച്ചു. മനുഷ്യരെ പോലെ പക്ഷിമൃഗാദികൾ സ്വയം ജീവനൊടുക്കില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് ഉറപ്പിക്കാനാകുമോ? ആന മാത്രമല്ല, പല പക്ഷിമൃഗാദികളും ജീവനൊടുക്കിയതാണോ എന്ന സംശയം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അടുത്ത കാലത്ത് കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കൊരു കൂറ്റൻ മഞ്ഞുമലയിലേക്ക് നടന്നു പോകുന്ന പെൻഗ്വിന്റെ വീഡിയോ വൈറലായിരുന്നല്ലോ. ആ പെൻഗ്വിൻ എന്തിനാണ് പെട്ടെന്ന് ദിശ മാറി അങ്ങോട്ട് പോയതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി നൽകാൻ ഗവേഷകർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ മനുഷ്യർക്കറിയാത്ത ചില പ്രതിഭാസങ്ങൾ പക്ഷിമൃഗാദികൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നത് വ്യക്തം. എന്നുവെച്ച് ജീവനൊടുക്കി എന്ന വാക്കിന് മനുഷ്യരുമായി ബന്ധപ്പെടുത്തി നൽകുന്ന വ്യാഖ്യാനം ആനകളെ പോലെയുള്ള മറ്റു ജീവികൾക്ക് യോജിക്കണമെന്നുമില്ല. ആനക്കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ കാവൽ നിൽക്കുന്ന അമ്മയാനയെക്കുറിച്ച് നമുക്കറിയാം. കൂട്ടത്തിലൊരു ആന ചരിഞ്ഞാൽ ആനക്കൂട്ടം മനുഷ്യരെ പോലെ ദുഃഖാചരണം നടത്തുന്നതും സാധാരണമാണ്. കൊടുങ്കാടുകൾക്കുള്ളിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആനകളുടെ അസ്ഥികൂടങ്ങൾ ഒന്നിച്ച് കണ്ടെത്തിയിട്ടുമുണ്ട്. ആനകളുടെ ശ്മശാനം എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിൽ പോയ യൂറോപ്യൻ നായാട്ടുകാർ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള ആനക്കൊമ്പുകൾ ഒന്നിച്ചു സൂക്ഷിച്ചിരിക്കുന്ന അതീവ രഹസ്യമായ ശ്മശാനങ്ങൾ കാടിനുള്ളിലുണ്ടെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഡിസ്നിയുടെ ദ ലയൺ കിങ് എന്ന സിനിമയിലെ എലിഫന്റ് ഗ്രേവ്യാർഡ് രംഗമൊക്കെ ഇത്തരം വിശ്വാസങ്ങളുടെ സ്വാധീനത്തിലുണ്ടായതാണ്. അതായത് സങ്കീർണമായ വൈകാരിക അവസ്ഥകളിലൂടെ ആനകൾ കടന്നു പോകുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അല്ലെങ്കിലും ആനപ്രേമത്തിൻ്റെയും ആനപ്പകയുടെയും ഒക്കെ കഥകൾ കേട്ട് വളർന്നവരാണല്ലോ നമ്മളൊക്കെ. ആ കഥകളിലെ ആനകൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചത്താൽ മതിയെന്നോ ചെരിഞ്ഞാൽ മതിയെന്നോ മറ്റോ തോന്നിക്കൂടി. 5 കിലോഗ്രാമോളം ഭാരമുണ്ട് ആനയുടെ തലച്ചോറിന്. മനുഷ്യന്റെ തലച്ചോറിലുള്ളതിനേക്കാൾ 3 മടങ്ങ് അധികമാണ് ആനയുടെ തലച്ചോറിലെ കോർട്ടിക്കൽ ന്യൂറോൺസ്. അതാണ് അവയുടെ അസാധാരണമായ ഓർമ്മശക്തിക്ക് കാരണം. മിറർ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുള്ള അത്യപൂർവ മൃഗങ്ങളിലൊന്നാണ് ആന. മുന്നിൽ ഒരു കണ്ണാടി കൊണ്ടുവച്ചാൽ അതിൽ കാണുന്നത് സ്വന്തം പ്രതിബിംബമാണെന്നും മറ്റൊരാന അല്ലെന്നും തിരിച്ചറിയാനുള്ള കഴിവാണ് മിറർ ടെസ്റ്റിൽ തെളിയിക്കപ്പെടുന്നത്. 6 വയസ്സുള്ള കുട്ടിയുടേതിന് സമാനമായ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ആനകൾക്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുള്ളതാണ്. ഇതെല്ലാം ചുമ്മാതങ്ങ് പറയുന്നതല്ല. ചില ഗവേഷകർ കാലങ്ങളോളം പഠിച്ചു കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ച പുസ്തകങ്ങളുമുണ്ട്. ദി ടൈഗർ റോർസ് എന്ന പുസ്തകമാണ് അതിലൊന്ന്. കെന്നത്ത് ആൻഡേഴ്സൺ എഴുതിയ പുസ്തകം. ദക്ഷിണേന്ത്യൻ കാടുകളെയും അവിടുത്തെ വന്യജീവികളെയും കുറിച്ച് എഴുതിയ പ്രശസ്തനായ എഴുത്തുകാരനും വേട്ടക്കാരനുമായിരുന്നു ആൻഡേഴ്സൺ. ഉത്തരേന്ത്യൻ കാടുകളെക്കുറിച്ച് എഴുതിയ ജിം കോർബറ്റിനെ പോലെ ദക്ഷിണേന്ത്യയിലെ വന്യജീവി സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് അദ്ദേഹം. ആനകളുടെ ആത്മഹത്യയെക്കുറിച്ച് കെന്നത്ത് ആൻഡേഴ്സൺ വളരെ കൗതുകകരവും ഒപ്പം സങ്കടകരവുമായൊരു പ്രതിഭാസം വിവരിക്കുന്നുണ്ട്. ഗോത്രവർഗക്കാർ തന്നോട് പങ്കുവച്ചതും പിന്നീട് സ്വന്തം നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതുമായ ഒരു സംഭവ കഥ. പ്രായമായതോ രോഗബാധിതരോ ഗുരുതരമായി പരിക്കേറ്റതോ ആയ ആനകളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന പതിവ് ആനകൾക്കിടയിലുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ ബോധപൂർവമായ ഒരു തീരുമാനം എടുക്കാറുണ്ടെന്നാണ് കെന്നത്ത് ആൻഡേഴ്സൺ പറയുന്നത്. ഗോത്രവർഗക്കാരാണ് അദ്ദേഹത്തോട് ഇക്കാര്യം പങ്കുവയ്ക്കുന്നത്. അത് ശരിയാണോ എന്നറിയാനായി അദ്ദേഹവും ചില ഗൈഡുകളും ചേർന്ന് രോഗബാധിതനായ ഒരു കൊമ്പനാനയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് അവർ എത്തിയത് ഒരു കുളത്തിനടുത്തായിരുന്നു. ആനകൾ മരിക്കാൻ വരുന്ന സ്ഥലം എന്ന് പ്രാദേശിക ഗോത്രവർഗക്കാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു പ്രത്യേകതരം കുളം. ആ കുളത്തിന് വെറും 4 അടി മാത്രമായിരുന്നു ആഴം. ആനയെപ്പോലെ അത്രയും വലിയൊരു മൃഗം അബദ്ധത്തിൽ മുങ്ങി മരിക്കാൻ മാത്രം ആഴം ആ കുളത്തിനില്ല. എന്നിട്ടും അവരെത്തിയപ്പോൾ രോഗബാധിതനായ കൊമ്പനാനയുടെ ജഡമാണ് കണ്ടെത്താൻ പറ്റിയത്.
ശ്വാസം മുട്ടി മരണം ഉറപ്പാക്കാൻ വേണ്ടി ആഴം കുറഞ്ഞ വെള്ളത്തിൽ തലയും തുമ്പിക്കൈയും പൂർണ്ണമായി താഴ്ത്തി അത് മനഃപൂർവ്വം ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു അത്രേ. ആനകളുടെ ഉയർന്ന വൈകാരിക ബുദ്ധിയുമായി ഈ പെരുമാറ്റം ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആൻഡേഴ്സൺ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. പ്രായമാകുമ്പോഴോ പല്ലുകൾ കൊഴിയുമ്പോഴോ അല്ലെങ്കിൽ ശക്തനായ മറ്റൊരു കൊമ്പനോട് തോറ്റ് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴോ ആനകൾക്ക് കടുത്ത മാനസിക ആഘാതം ഉണ്ടാകാറുണ്ട്. കൂട്ടത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നതോടെ ഈ ഒറ്റയാൻ കടുത്ത ഡിപ്രഷനിലേക്ക് വീണു പോവുകയാണ്. പിന്നെ സ്വന്തം ജീവൻ തന്നെ അവസാനിപ്പിക്കാമെന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതുമാകാം. ആധുനിക മൃഗശാസ്ത്രജ്ഞർ ഇതിനെ മനുഷ്യരുടേതിനു സമാനമായ ആത്മഹത്യ എന്ന് സാങ്കേതികമായി വിളിക്കാറുണ്ടെന്ന് മാത്രം. ആനകൾക്ക് അവയുടെ ജീവിതകാലത്ത് 6 തവണ വരെ പുതിയ പല്ലുകൾ മുളച്ചു വരാറുണ്ട്. പ്രായം കൂടുമ്പോൾ അവസാനത്തെ പല്ലുകളും പൂർണ്ണമായി തേഞ്ഞു തീരും. ഇതോടെ അവയ്ക്ക് കട്ടിയുള്ള കാട്ടുചെടികളോ മരത്തൊലികളോ ഒന്നും ചവച്ചരിച്ച് തിന്നാൻ കഴിയാതെ വരും. അതോടെ ആനകൾ ചവയ്ക്കാൻ എളുപ്പമുള്ള മൃദുവായ പുല്ലും ധാരാളം വെള്ളവും കിട്ടുന്ന പുഴയോരങ്ങളിലേക്കോ ചതുപ്പ് നിലങ്ങളിലേക്കോ മാറും. ഒടുവിൽ ഒരേ സ്ഥലത്ത് വെച്ച് പട്ടിണി മൂലമോ വാർദ്ധക്യം മൂലമോ ചെരിയുന്നു. പല കാലഘട്ടങ്ങളിൽ പല ആനകൾ അവിടെ എത്തി ജീവൻ വെടിയുന്നത് കൊണ്ടായിരിക്കാം ചിലയിടങ്ങളിൽ ആനകളുടെ അസ്ഥികൂടങ്ങൾ ഒന്നിച്ച് കാണപ്പെടുന്നതെന്ന് ആൻഡേഴ്സൺ പറയുന്നു. കൂട്ടത്തിലുള്ള ഒരു ആന ചെരിഞ്ഞാൽ മറ്റാനകൾ അതിൻ്റെ അസ്ഥികളിൽ തൊട്ടു നോക്കുന്നതും അവ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ സാധാരണമാണ്. അസ്ഥികൾ ഒരിടത്ത് കുമിഞ്ഞു കൂടാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ശാസ്ത്രത്തിന് ഇനിയും കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിചിത്രമായ പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ. മനുഷ്യർ ചെയ്യുന്നത് പോലെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണം എന്ന ബോധപൂർവമായ ചിന്തയോടെ ആവണമെന്നില്ല മൃഗങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പ്രകൃതിദത്തമായ കാരണങ്ങളോ ശാരീരികമായ അസ്വസ്ഥതകളോ ദിശാബോധം നഷ്ടപ്പെടുന്നതോ ഒക്കെ ഇതിന് കാരണമാകാം. ആനകളിൽ മാത്രമല്ല പക്ഷികളിലും ഈ പ്രതിഭാസം കാണാറുണ്ട്. അസമിലെ ജാതിംഗ എന്ന ഗ്രാമത്തിൽ കാണപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് 100 കണക്കിന് പക്ഷികളാണ് ഇവിടെ ആകാശത്തു നിന്ന് നിലത്തേക്ക് വന്നിടിച്ച് ചത്തു വീഴുന്നത്. അതുമാത്രമല്ല ആർട്ടിക് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ലെമ്മിങ്സ് എന്ന ചെറിയ എലിവർഗത്തിൽപ്പെട്ട ജീവികൾ കൂട്ടത്തോടെ മലമുകളിൽ നിന്നോ പാറക്കെട്ടുകളിൽ നിന്നോ കടലിലേക്ക് ചാടിച്ചാവും. 1958 പുറത്തിറങ്ങിയ ഡിസ്നിയുടെ വൈറ്റ് വൈൽഡർനെസ് എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് ഈ കഥ ലോക പ്രശസ്തമായത്. മത്സ്യങ്ങളിലും ഈ പ്രതിഭാസം കണ്ടുവരാറുണ്ട്. 100 കണക്കിന് തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഒന്നിച്ച് കടൽ തീരത്തേക്ക് നീന്തിക്കയറി കരക്കടിഞ്ഞ് ചാവാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തി തിരികെ കടലിലേക്ക് വിട്ടാലും അവ വീണ്ടും കരയിലേക്ക് തന്നെ വരും. സ്കോട്ട്ലൻഡിലുമുണ്ട് സമാനമായൊരു സംഭവം. അവിടുത്തെ ഓവർ ടൗൺ പാലത്തിലെത്തുമ്പോൾ നായ്ക്കൾ പെട്ടെന്ന് താഴേക്ക് ചാടി ചാവും. 1ഉം 2ഉമല്ല 100 കണക്കിന് നായ്ക്കളാണ് ഇവിടെ നിന്ന് ചാടി ചത്തിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾക്കൊക്കെ കൃത്യമായൊരു കാരണം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് ഇനിയും സാധിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. മൃഗങ്ങൾ കടുത്ത ഡിപ്രഷനിലോ രോഗബാധ മൂലമുള്ള കഠിന വേദനയിലോ ഒക്കെ തങ്ങളുടെ സ്വാഭാവിക ആഹാര രീതികൾ ഉപേക്ഷിക്കാറുണ്ട്. ചിലത് സ്വയം പരിക്കേൽപ്പിക്കാറുണ്ട്. എങ്കിലും മനുഷ്യരെ പോലെ മരണം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിച്ച് അവ ജീവനൊടുക്കുകയാണെന്ന് തീർത്തു പറയാനും പറ്റില്ല. പക്ഷേ 50 വർഷത്തെ ഓർമ്മയും 6 വയസ്സുകാരൻ്റെ ബുദ്ധിയുമുണ്ടെന്ന് പറയപ്പെടുന്ന ആനകൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രം.